ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനുമ മിസ് ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയ ചിലപ്പോഴെങ്കിലും അല്ലെ നമ്മൾ ഇങ്ങനെ താടിക കൈയും കൊടുത്ത് അയ്യോ പെട്ടല്ലോ എന്ന് വിചാരിച്ച് നിൽക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മുടെ ഇപ്രാവശ്യത്തെ ബേസിക് സയൻസിന് എക്സാമിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ഇത് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ മക്കളെ, ഇതാ ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ അല്ലെ എന്താണ് ഇന്ന് മിസ് പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഇതാ കയ്യിലും കാലിലും ഒക്കെ പ്ലാസ്റ്റർ ഇട്ട് നമ്മുടെ ജഗതി ചേട്ടൻ അല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചിത്രം കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ശരിയായിട്ടാണ് വരിക, പക്ഷെ എന്നാലും അല്ലെ ഇതെന്താണ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് അല്ലെ. എന്താണ് ടീച്ചർ ഇന്ന് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ടാവുക? ബോൺ ഫ്രാക്ചർ അല്ലെ, അസ്ഥിഭംഗത്തിനെ കുറിച്ചായിരിക്കും ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നതെന്ന് ഈ ചിത്രം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ എന്താണ് ബോൺ ഫ്രാക്ചർ എന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ അസ്ഥിഭംഗം? ശക്തമായ ആഘാതം ഏൽക്കുന്നത് അസ്ഥി പൊട്ടുന്നതിനോ അസ്ഥികളിൽ വിള്ളൽ ഉണ്ടാകുന്നതിനോ കാരണമാവാം. എന്താണ് ഇതിന്റെ കോസ് എന്ന് പറയുന്നത്? കോസ് എന്ന് വെച്ചാൽ കാരണം അല്ലെ. എന്താണ് കാരണം? നമുക്കായിട്ടുള്ള ഒരു സ്ട്രോങ് ഇമ്പാക്ട് നമ്മുടെ ബോഡിയിൽ അസ്ഥികൾക്ക് ഏൽക്കുന്ന സമയത്ത് ബോൺസ് ഒന്നെങ്കിൽ ബ്രേക്ക് ചെയ്യും, അല്ലെങ്കിൽ ബോൺസിനിടയിൽ അല്ലെ എന്തുണ്ടാവും? ഒരു സ്ക്രാച്ച് പോലെ, എന്താണ്, ഒരു അപ്പിയറൻസ് ഓഫ് ഫിഷർ ഇൻ ദ ബോൺസ്. ഇതിനെയാണ് നമ്മൾ അസ്ഥിഭംഗം എന്ന് പറയുന്നത്. നിങ്ങളിൽ പല ആളുകളുടെ അല്ലെ കാലോ കയ്യോ ഒക്കെ ഒടിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. എങ്ങനെയായിരിക്കും ഒടിഞ്ഞിട്ടുണ്ടാവും? ഒന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് കളിച്ചപ്പോഴായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സ്ലിപ്പായിട്ട് വീണപ്പോഴായിരിക്കും അല്ലെ. അപ്പൊ എന്തായാലും ഈ ഒരു ആഘാതം കാരണമാണ് അസ്ഥിഭംഗം ഉണ്ടായതെന്ന് ഓർത്തു വെക്കുക. ബ്രേക്കിംഗ് ഓഫ് ബോൺസ് ഈസ് കോൾഡ് ഫ്രാക്ചർ. Sometimes the position of the bone is changed. This is called dislocation. ഒന്നുകിൽ അല്ലെ ഇങ്ങനെ ആഘാതം ഏൽക്കുന്ന സമയത്ത് ഒന്നുകിൽ ഈ അസ്ഥികളുടെ സ്ഥാനം തെറ്റിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്, അല്ല എന്നുണ്ടെങ്കിലോ ഇത് ഫ്രാക്ചർ അല്ലെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. രണ്ടായി കഴിഞ്ഞാലും നല്ല പെയിൻ ആയിരിക്കും അല്ലെ. യെസ്, നല്ല പെയിൻ ആയിരിക്കും. ഫുട്ബോൾ കളിച്ചിട്ട് കാല് പൊട്ടി ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. അപ്പൊ അതെന്താണ്? ആ ഒരു ഇമ്പാക്ട് കൊണ്ടാണ് സംഭവിച്ചതെന്ന് അല്ലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇങ്ങനെ ബോൺ പൊട്ടിയോ അല്ലെ നമ്മുടെ അസ്ഥിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അറിയുക? അത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സാമിനേഷനോടെ മനസ്സിലാക്കാം അല്ലെ. എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ പരിക്കേറ്റ ഭാഗത്ത് വേദന, പരിക്കേറ്റ ഭാഗം അല്ലെ ഇളക്കാൻ പ്രയാസം, നീര് വരിക അല്ലെ, അല്പം വളവ് സംഭവിച്ചിട്ടുണ്ട്, സമാനമായിട്ടുള്ള എല്ലുകളുമായിട്ടുള്ള വ്യത്യാസം. ഇത് നമ്മൾ എപ്പോഴും ചെയ്തു നോക്കുന്നതാണ്. ഇപ്പൊ എന്തെങ്കിലും കൈക്കൊക്കെ ഒരു സൈഡിൽ പറ്റിയിട്ടുണ്ട്, അപ്പുറത്തെ കൈയായിട്ടൊന്ന് നോക്കി നോക്കുക അല്ലെ, എങ്ങനെ എന്തെങ്കിലും വ്യത്യാസം നമുക്ക് ഏൽറ്റിട്ടുണ്ടോ എന്നുള്ളത്. സോ ഇത്രയും ഫാക്ടേഴ്സ്, പെയിൻ ഇൻ ദ ഇൻജുവേർഡ് പാർട്ട്, ഡിഫിക്കൽട്ടി ഇൻ മൂവിങ് ദി ഇൻജുവേർഡ് പാർട്ട് തുടങ്ങി ഈ സ്വെല്ലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് മൂലകമാണ്, ഏത് എലമെന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലെ? ഏതാണ്? കാൽഷ്യം ആണ് അല്ലെ. എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാൽഷ്യം ആണ് ഉപയോഗിക്കാറ്. പിന്നീട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ എല്ല് പൊട്ടുന്നത്. നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഇനി അഥവാ പൊട്ടിയാൽ തന്നെ, അങ്ങനെ ഒരാളുടെ പൊട്ടിയെന്ന് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് അല്ലെ. ഇപ്പൊ ഒരാളുടെ എല്ല് പൊട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ ഭാഗം പിന്നെ ഒരുപാട് ഇളക്കാനൊന്നും നമ്മൾ അനുവദിക്കാൻ പാടില്ല. കൃത്യമായിട്ട് അല്ലെ ഒരു പ്രഥമ ശുശ്രൂഷ നമ്മൾക്ക് അയാൾക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മൾക്ക് സ്പ്ലിന്റ് എന്ന് പറയുന്ന സാധനത്തിന്റെ ഇമ്പോർട്ടൻസ്. സ്പ്ലിന്റ് ഈസ് എ സ്ട്രോങ് സപ്പോർട്ട് മെയ്ഡ് ഓഫ് വുഡ്, പ്ലാസ്റ്റിക് ഓർ മെറ്റൽ. Tying the broken part using a splint helps to block its movement. അതായത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ പ്ലാസ്റ്റർ ഒക്കെ ഇടുന്നത് പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് സ്പ്ലിന്റ്. മരം, പ്ലാസ്റ്റിക്, ലോഹം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ടുള്ള ഉറപ്പുള്ള താങ്ങുപലകയാണ് സ്പ്ലിന്റ്. ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക. കൈകാലുകളിലെ ഒടിവുള്ള എല്ല് നിശ്ചലമാക്കി വെക്കാൻ അല്ലെ ഈ സ്പ്ലിന്റ് വെച്ച് കെട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ സ്പ്ലിന്റിന്റെ കാര്യം നിങ്ങൾ മറന്നു പോകണ്ട. എന്തെങ്കിലും ബോൺ ഫ്രാക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് സ്പ്ലിന്റ് ഉപയോഗിച്ചിട്ട് ആ ഭാഗം അനക്കാതെ വെച്ച് കെട്ടുക എന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അസ്ഥിഭംഗം എന്നുള്ള ഭാഗത്ത് പഠിച്ചിട്ട് പോകുക. മാത്രമല്ല അല്ലെ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ഉണ്ട്, ജോയിൻസ് അല്ലെ, അസ്ഥിസന്ധികളെ കുറിച്ച്. അതും കൂടെ എന്ത് ചെയ്യുക? ഡെഫിനറ്റ്ലി പഠിച്ചിട്ട് പോകാം കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു ദിവസം വീണ്ടും കാണാം. ബൈ, സീ യു.